ഹായ് പ്രിയ പ്രേക്ഷകരെ, ഇതാ കണ്ടോ? ആരെന്ന് കണ്ടോ? ദുൽഖറിൻ്റെ കാന്ത സിനിമ കാണാൻ തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. ഇത് ഒരു ആക്ഷൻ മൂവിയല്ല, ഇതൊരു കോമഡി മൂവിയല്ല, ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവിയല്ല. ഇത് ഒരു ക്ലാസ് സ്റ്റോറി. 1950 കാലഘട്ടത്തിൽ നടന്ന ക്ലാസ് സ്റ്റോറി. ഇടയ്ക്ക് വന്ന് തള്ളണ്ട, കഥ പറഞ്ഞ് വന്നതേ ഉള്ളൂ, ഇടയിൽ കയറിയണ്ട. അപ്പോൾ ഈ ഇടയിൽ കയറുന്നതിൽ വരുന്ന ഒരു ഈഗോ ആയിട്ട് പിടിച്ചിട്ടാണ് ഈ സിനിമയുടെ സ്റ്റോറി പോകണം കേട്ടോ. അതായത് അങ്ങനെ വരുമ്പോൾ ഒരു ഈഗോ വരും, ഒരു ഈഗോ ക്ലാഷ് ചെയ്തിട്ടാണ്, ഒരു ഈഗോയിൽ നിന്ന് തുടങ്ങുന്ന ഒരു വിഷയമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ 1950-55 കാലഘട്ടത്തിൽ നടന്ന ഒരു റിയൽ സ്റ്റോറിയാണ് ഈ പടത്തിൻ്റെ കഥാതന്തു. അത് എല്ലാ ഫിലിം മേക്കിംഗ് ഫീൽഡിലും ഒന്നാമത് ഫിലിമൊക്കെ അന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ വളരെ പോപ്പുലറായി വരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ സിനിമ കാണുന്നതിന് പോലും വിലക്കുള്ള കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടം മുതൽ ഒരു 85 കാലഘട്ടം, 90-95 വരെ അങ്ങനെ തന്നെയായിരുന്നു. അതവിടെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഈഗോ ക്ലാഷിൽ തുടങ്ങുന്ന ഒരു റിയൽ സ്റ്റോറി റിയലായിട്ട് സിനിമയ്ക്ക് ചേരുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഉള്ളൊരു സിനിമയാണ് കാന്ത. ഈ സിനിമയുടെ വിശദമായ റിവ്യൂ ഞാൻ എൻ്റെ ചാനലിലിടുന്നുണ്ട്, നൊബക് പ്രപഞ്ചം ചാനലിൽ. നിങ്ങൾ ചാനലിൽ അതിൻ്റെ വിശദമായ റിവ്യൂ ഉണ്ട്. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, വിജയിപ്പിക്കുക. എന്താ കണ്ടോ? ഇടയിൽ വന്ന് കയറിയിട്ട് പോയിരിക്കുകയാണ്. ഇനി അടുത്തൊരാളുണ്ട്, എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. ഒന്നത് അങ്ങ് പോയിരിക്കണം. മകൻ അങ്ങാണ് കേട്ടോ, അങ്ങാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞാലൊരു ഈഗോ ക്ലാഷിങ്ങിൽ നിന്ന് തുടങ്ങുന്ന ഈ സിനിമ 2.25 മണിക്കൂർ നല്ല സെൻസോടെ ഇരുന്ന് കാണുന്നവർക്കുള്ള സിനിമയാണ്. അതായത് ഒരു സിനിമ, ഒരു കഥ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫിലിം മേക്കിംഗ് രീതിയിൽ കൊണ്ടുവന്ന് പിക്ചറൈസേഷൻ രീതിയിൽ ഡീപ്പായിട്ട് ഇറങ്ങി നല്ല സെൻസോടെ ചിന്തിക്കുന്നവർക്കും യാഥാർത്ഥ്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നവർക്കും കൂടുതൽ യാഥാർത്ഥ്യങ്ങളെ റിയലൈസ് ചെയ്ത് ജീവിക്കുന്നവർക്കുള്ള സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ തിരക്ക് കുറവാണ്. പടം അത്യാവശ്യം ആന്ധ്ര, കർണാടകയിലൊക്കെ നല്ല കളക്ഷനാണ്. ഓൾറെഡി ഇന്നത്തെ കളക്ഷൻ കൂടെ 15 കോടി ജമ്പ് ചെയ്ത് കഴിഞ്ഞു. പടത്തിന് ബഡ്ജറ്റ് 40 കോടിയാണ്. അത് തിരിച്ചു പിടിച്ചോളും. ഈ പടമൊക്കെ ആന്ധ്ര, കർണാടക, മറ്റ് വേൾഡ് വൈഡ് കളക്ട് ചെയ്യുമ്പോൾ പിടിക്കും. കാരണം സ്റ്റാൻഡേർഡ് ഓഡിയൻസ് പൊതുവെ കൂടുതലായിരിക്കും. അപ്പോൾ ആ രീതിയിൽ പോകുന്ന പടം ഇന്ന് ഞങ്ങൾ കാണുകയാണ്. പടത്തിന് മുമ്പ് ഇടുന്ന റിവ്യൂ ആണ്. പടം കണ്ടതിന് ശേഷം വിശദമായ റിവ്യൂ നൊബക് പ്രപഞ്ച